ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചേച്ചിയമ്മ പുതിയ ചാനൽ തുടങ്ങി. അതിൻ്റെ പരിഭ്രമമാണ് ഈ മുഖത്ത് കാണുന്നത്. അപ്പോൾ ഇന്ന് ചേച്ചിയമ്മ ഒരു കുക്കിംഗ് വീഡിയോ ആണ് എടുക്കാൻ പോകുന്നത്. ചേച്ചിയമ്മ ഇന്ന് എന്നാ സ്പെഷ്യല്? ഇന്ന് നമുക്കൊരു ചക്കക്കുരു കൊണ്ട് ഒരു തോരൻ. ഇപ്പം കർക്കിടക മാസം ആയാൽ പിന്നെ ചക്കക്കുരു മുരിങ്ങയില ഇട്ടിട്ട് വെക്കാൻ പറ്റിയല്ലോ, മുരിങ്ങയില ഉപയോഗിക്കത്തില്ല. അതുകൊണ്ട് ഇപ്പം ഞാൻ ചക്കക്കുരു മുരിങ്ങയിലയും കൂടെ ഒരു തോരൻ വെക്കണം. അതിനുള്ള തേങ്ങ, പച്ചമുളക്, ഉള്ളി, കരിയാപ്പില, ചക്കക്കുരു, മുരിങ്ങയില. ചക്കക്കുരു നന്നായിട്ട് വൃത്തിയാക്കി കഴുകി എടുത്തത്. അതെ, 3-4 പീസാക്കി അല്ലേ? 6 പീസാക്കി. 6 പീസാക്കി. മുരിങ്ങയില. ഇനിയിപ്പോൾ ഇതുകൊണ്ട് നമുക്കപ്പം കുക്ക് ചെയ്യാൻ പോവാം. ഓക്കെ. ഇവിടെ മമ്മി ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട്. മമ്മി ചിക്കൻ കറി ഉണ്ടാക്കി അടുപ്പൊഴിഞ്ഞാൽ മാത്രമേ ചേച്ചിയമ്മയ്ക്ക് തോരൻ വെക്കാൻ പറ്റുള്ളൂ. പറഞ്ഞാ ഞാൻ ആ വഴി ഒരു ചെറിയ അപകടമൊക്കെ പറ്റി കൈയൊക്കെ മുറിഞ്ഞ് ഡ്രസ്സ് ചെയ്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് പണിയൊന്നും ഇല്ല. ഇപ്പോൾ മമ്മിയാണ് ഇതിൻ്റെയൊക്കെ സൂത്രധാരൻ. ഇപ്പം നമ്മൾ പാത്രം വെച്ചു. പിന്നെ എണ്ണ ഒഴിക്കുന്നു. 1 സ്പൂണ് കടുക് ഇട്ടു. എത്ര ഒരു 2-3 ചുളയിട്ടാണ്. അല്ലി വെളുത്തുള്ളി. പിന്നെ ഉള്ളിയും പച്ചമുളകും. ഒരു ഉള്ളി ഉണ്ട് ചേച്ചിമ്മ? ഒരു ഉള്ളി. ഇത് എത്ര ഇടുന്നേന്ന് പറയണം കേട്ടോ. ഒരു ഉള്ളിയും ഒരു 4-5 പച്ചമുളക്. കറിവേപ്പില. ഒരു 2 മാസം കഴിയുമ്പോൾ ചേച്ചിയമ്മ വീഡിയോ എടുക്കുന്നതിൽ പ്രോ ആയിരിക്കും. ഇപ്പം ഇങ്ങനെ വിറക്കിട്ടുണ്ടെങ്കിൽ. ഇനി ഇത് മൂപ്പിക്കണം അല്ലേ? ഉള്ളി ബ്രൗൺ കളറാണോ? അത്ര വേണ്ട, ഹാഫ്. പിന്നെ നമുക്ക് ഇത് മഞ്ഞൾ പൊടി ചേർത്ത് ഉണ്ടാക്കാം, അല്ലാതെ വെള്ള കളറിലും ഉണ്ടാക്കാം. ഇത് ഓരോരുത്തരുടെ ഇഷ്ടം. ചക്കക്കുരു ഇട്ട് കൊടുക്കുന്നു. നന്നായി ഇളക്കി. ഇനി എന്താ വേണ്ടേ? ഉപ്പിടണം. ഉപ്പിടുന്നേ. ആവശ്യത്തിന് ഉപ്പ്. ഇതൊന്ന് ഇളക്കണം. ഇളക്കി കഴിഞ്ഞ് തേങ്ങ തേങ്ങ ഇട്ട് കൊടുത്ത് ഇത് അത് നന്നായി മിക്സ് ചെയ്യാം. അപ്പൊ എനിക്കൊരു ഡൗട്ട്, ചക്കക്കുരു നല്ല വേവുള്ള സാധനല്ലേ? ചക്കക്കുരു എങ്ങനെ ഇട്ടിട്ട് പിന്നെ ഇതിന് വേഗണ്ട വെള്ളം ഒഴിക്കണം. ലാസ്റ്റ് മുരിങ്ങയില ഇടാവുള്ളൂ. മഞ്ഞൾ പൊടി വേണ്ടെന്നായിരുന്നു ആദ്യത്തെ തീരുമാനം. അപ്പം മമ്മി പറഞ്ഞു മഞ്ഞൾ പൊടി വേണമെന്ന്. പിന്നെ ഇട്ടേക്കാന്നോർത്തു. മഞ്ഞൾ പൊടി ഓപ്ഷണലാണ്, വേണ്ടവർക്ക് ഇട്ടാൽ മതി, ഇല്ലാത്തത് വേണ്ട. വെളുത്തിരിക്കണമെങ്കിൽ മഞ്ഞൾ പൊടി വേണ്ട. എനിക്ക് മഞ്ഞൾ പൊടി ഇല്ലാതെ ഇഷ്ടം. പക്ഷെ ഹെൽത്തിയാണ് മഞ്ഞൾ പൊടി ഇട്ടാൽ. ആരോഗ്യത്തിന് നല്ലതാ മഞ്ഞൾ പൊടി ചേർക്കുന്നത്. അപ്പം ഇനി മഞ്ഞളും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേകാൻ ആവശ്യത്തിന് അല്ലേ? എന്നിട്ട് അടച്ചു വെച്ച് ചക്കക്കുരു വെന്ത് കഴിഞ്ഞ് വേണം മുരിങ്ങയില ചേർക്കാൻ വേണ്ടി വെള്ളം ഒഴിക്കുന്നു.
വെള്ളം ഒഴിച്ചു. ഇനി മുരിങ്ങയില ചേർക്കാം. ചക്കക്കുരു വെന്തു അതിലേക്ക് മുരിങ്ങയില ഇടുന്നു. മൂടി വെക്കണം. നമ്മുടെ തോരനായി ചക്കക്കുരു മുരിങ്ങയില തോരൻ. ഇനി വേറെ വെറൈറ്റി വരും. ഇതാദ്യമായിട്ടല്ലേ, അതുകൊണ്ട് ഇത്ര മതി. ഡയറക്ടർ ഇരുന്ന് കടല തിന്നുന്നു. നമുക്ക് ഉച്ചയൂണ് കഴിക്കാം. നമ്മുടെ തോരൻ കൂട്ടി ഉച്ചയൂണ് വിളമ്പുന്നു. ചോറ് വിളമ്പി ചക്കക്കുരുവും മുരിങ്ങയിലയും തോരൻ, മോര് കറി, ചിക്കൻ, അച്ചാറ്, മാങ്ങാച്ചാറ്, നാരങ്ങാച്ചാർ. ഇതെല്ലാം കൂട്ടി നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാം.